നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരെയും ബാധിക്കുന്ന, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 2000 രൂപ വാങ്ങുന്ന കർഷക ഗുണഭോക്താക്കൾക്കും അതോടൊപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങൾക്കും മാസം തോറും 3000 രൂപ പെൻഷൻ ലഭിക്കുന്ന കേന്ദ്ര പദ്ധതിയിലേക്കുള്ള അപേക്ഷ ആരംഭിക്കുകയാണ്. കിസാൻ മൻധൻ യോജന എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതിയാണിത്. ഈ പോർട്ടലിലേക്ക് രജിസ്ട്രേഷൻ നിർവഹിക്കാൻ സാധിക്കും. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്കാണ് രജിസ്ട്രേഷൻ നിർവഹിക്കുന്നതിനും അംശാദായം അടയ്ക്കുന്നതിനുമുള്ള അവസരമുള്ളത്. കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതിയിലാണ്. നമ്മൾ അടയ്ക്കുന്ന തുക എത്രയാണോ അതിന് ആനുപാതികമായിട്ട് കേന്ദ്ര സർക്കാരും വ്യക്തിയുടെ പേരിൽ തുക നിക്ഷേപിക്കുകയാണ്. ഭാവിയിൽ അല്ലെങ്കിൽ 60-ാം വയസ്സ് മുതൽ 3000 രൂപ വീതം മാസം സുനിശ്ചിത പെൻഷനാണ് കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകുന്നത്. കിസാൻ മൻധൻ യോജന എന്നാണ് പദ്ധതിയുടെ പേര്. വിശദമായിട്ടൊരു വീഡിയോ ഇന്ന് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ട് മനസ്സിലാക്കുക. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഏപ്രിൽ മാസം 8-ാം തീയതി മുതലാണ് സംസ്ഥാനത്തെ റേഷൻ വിതരണം ഏപ്രിൽ മാസത്തെ ആരംഭിക്കുന്നത്. നിലവിൽ നമുക്ക് മാർച്ച് മാസത്തെ വിതരണമാണ് കഴിഞ്ഞ ദിവസങ്ങൾ വരെ നടന്നുകൊണ്ടിരുന്നത്. നിരവധി ആളുകൾക്ക് മാർച്ച് മാസത്തെ റേഷൻ വിതരണം ഭാഗികമായിട്ടൊക്കെ തടസ്സപ്പെട്ടിരുന്ന സാഹചര്യമുണ്ടായിരുന്നു. മസ്റ്ററിംഗ് പോലുള്ള കുറച്ച് കാര്യങ്ങൾ വന്നതുകൊണ്ട് ചില ദിവസങ്ങളിൽ റേഷൻ വിതരണം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ അതെല്ലാം തന്നെ പരിഹരിക്കാൻ സർക്കാരിന് സാധിച്ചു. ഇനി ഏപ്രിൽ മാസത്തെ ഭക്ഷ്യവിഹിതമാണ് ലഭിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മസ്റ്ററിങ്ങിനെ സംബന്ധിച്ചുള്ള നിർണായക അറിയിപ്പുകളും വരുന്ന ആഴ്ചയോടെ തന്നെ എത്തിച്ചേരുമെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. സെർവർ തകരാറുകളൊക്കെ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 3.5 ലക്ഷത്തോളം രൂപ മുതൽ മുടക്കി പുതിയ സെർവർ ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന നടപടിക്രമങ്ങളാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും കാർഡിലെ പേരുള്ള എല്ലാ വ്യക്തികളും തന്നെ ഇത്തരത്തിൽ മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കോൺഗ്രസ് അവരുടെ പ്രകടന പത്രിക പുറത്തിറക്കി. ന്യായ് പത്ര എന്ന പേരിൽ പുറത്തിറക്കിയിരിക്കുന്ന പ്രകടന പത്രികയിൽ നിലവിൽ ദുർബല വിഭാഗങ്ങൾക്ക് അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് കൂടുതൽ മുൻഗണനയൊക്കെ നൽകുന്ന, അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് തൊഴിൽ സംവരണം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ട് നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കോൺഗ്രസ് കൊണ്ടുവന്ന പദ്ധതി കൂടിയാണ്. പദ്ധതി പ്രകാരം നിലവിൽ ലഭിക്കുന്ന വേതനം എന്നുള്ളത് അടിസ്ഥാന വേതനം 400 രൂപയാക്കി ഉയർത്തുമെന്നുള്ളൊരു വമ്പൻ പ്രഖ്യാപനം ഈ ഒരു സമയത്ത് നൽകുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തും വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ, ഇത് കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമിൽ ലഭിക്കുന്ന നിരവധി ഗുണഭോക്താക്കളുണ്ട്. നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു സ്കീമിന് കീഴിലാണ് ഇവർക്ക് നിലവിൽ 500 രൂപ വരെയൊക്കെ കേന്ദ്ര സർക്കാർ അനുവദിച്ചു വരുന്നത്. ഈ തുക 1000 രൂപയാക്കി ഉയർത്തുമെന്നൊരു പ്രഖ്യാപനം ഈ സമയത്ത് വരുന്നുണ്ട്. ഈ തുക ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നതോടുകൂടി നമ്മുടെ സംസ്ഥാനത്തുള്ള ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ ഒരു വർധന ഉൾപ്പെടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്തും രാജ്യമെമ്പാടുമുള്ള ദുർബല സ്ത്രീകളെ പ്രത്യേകമായിട്ട് മഹാലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്കീമിലേക്ക് ചേർത്ത് അവരുടെ കുടുംബത്തിന് 1 ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പദ്ധതി, അത് മഹാലക്ഷ്മി എന്ന പേരിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനവും ഈ സമയത്ത് കോൺഗ്രസ് കൈക്കൊള്ളുന്നുണ്ട്. ഈ ഒരു പദ്ധതിയിലൂടെ ദുർബല വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുള്ള കുടുംബങ്ങൾ, അതോടൊപ്പം തന്നെ കുടുംബത്തിൽ വിവിധ രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്ന, സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾ, ഇത്തരം കുടുംബങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടിയാണ് മഹാലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്കീം കൂടി നടപ്പിലാക്കുമെന്ന് ഇപ്പോൾ കോൺഗ്രസ് പ്രകടന പത്രികയിലൂടെ അറിയിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ മീഡിയ കമ്പാനിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.